പക്ഷേ യഥാർത്ഥത്തിൽ ഡിബേറ്റ് നടക്കേണ്ട ദിവസം അതല്ല, ഒക്ടോബർ 3ഉം 4ഉമാണ്. നവംബർ 1-നാണ് മിഷനറിമാരിവിടെ പരിപാടി വെക്കുന്നത്. എന്നിട്ട് ആ ദിവസം വന്ന് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഇന്നേ ദിവസം അവിടെ മുസ്ലിങ്ങൾ വന്നിട്ടില്ല, ഞങ്ങളുടെ കുറ്റമല്ല കേട്ടോ. എന്തൊരു നിഷ്കളങ്കരായ ആളുകൾ. അപ്പോൾ ഈ നിലയ്ക്ക് തെറ്റിദ്ധരിപ്പിക്കുക. ആൾക്കാർ ഇപ്പോൾ അത് കേട്ടാൽ എന്താ വിചാരിക്കുക? മുസ്ലിങ്ങൾ അന്ന് ഉപാധിയൊക്കെ എഴുതി കരാറൊക്കെ എഴുതിയിട്ട് അന്ന് വരാതിരുന്നു എന്നല്ലേ? ഇതിനാണ് യഥാർത്ഥത്തിൽ കളവ് എന്ന് നാട്ടിൽ പറയും. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിക്കൂടുക. അതുകൊണ്ട് തന്നെ എന്നിട്ട് ആ വിഷയത്തിലുള്ള രസം നിങ്ങൾ കേൾക്കണം. എന്താണ് ഡിബേറ്റ് മുടങ്ങാൻ കാരണം? ഇത് അവരവിടെ പുറത്തിറക്കിയ നോട്ടീസാണ്. ഈ നോട്ടീസിൽ നിന്ന് തന്നെ ഞാൻ തെളിയിച്ചത്, ക്രൈസ്തവ മിഷണറിമാർ എവിടെ പരിപാടി നടക്കണം, സ്ഥലം അവർ തീരുമാനിച്ചതാണ്, സമയം അവർ തീരുമാനിച്ചതാണ്, എന്തിനേറെ വിഷയം പോലും അവരാണ് തീരുമാനിച്ചത്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഈ നോട്ടീസിൽ തന്നെ നമുക്ക് വായിക്കാം. സംവാദത്തിൻ്റെ സമയക്രമീകരണം, അവതരണക്രമം എന്നിവയിൽ ധാരണയായെങ്കിലും പ്രമാണരേഖകളുടെ കാര്യത്തിൽ ചർച്ചയുടക്കി. എന്താ പ്രമാണരേഖകളുടെ കാര്യത്തിൽ ചർച്ചയുടക്കാൻ കാരണം? എന്താ കാരണം? ക്രൈസ്തവർ അവരുടെ പ്രമാണമായി പറഞ്ഞു, ഞങ്ങളുടെ പ്രമാണം ബൈബിളാണ്. സ്വാഭാവികമായിട്ടും ആരും അംഗീകരിക്കുമല്ലോ, മുസ്ലിങ്ങളുടെ പ്രമാണം പറയേണ്ടത് ആരാണ്? മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ അവരുടെ പ്രമാണമായി പറഞ്ഞു വിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസുകളുമാണ്. അപ്പോൾ ക്രൈസ്തവ മിഷനറിമാർ അപ്പുറത്തുനിന്ന് കത്ത്, അത് പറ്റൂല, നിങ്ങളുടെ പ്രമാണം ഖുർആനും ഹദീസും മാത്രമല്ല, അതിൽ താരീഖുകളുണ്ട്, സീറകളുണ്ട്, ഫത്വകളുണ്ട്. അത് ഈ നോട്ടീസിലില്ല കേട്ടോ. ഫത്വകളുണ്ട് എന്നുള്ളത് ഈ നോട്ടീസിലില്ല, അത് ഒഴിവാക്കിയതാണ്. അപ്പോൾ അതൊക്കെ എല്ലാം അവർ തന്നെ തീരുമാനിക്കുക. നമ്മുടെ പ്രമാണം ഏതെന്ന് പോലും തീരുമാനിക്കുന്നത് ക്രൈസ്തവ മിഷനറിമാരാണ്. അത് അംഗീകരിക്കാൻ ആരെങ്കിലും തയ്യാറാവോ? ഇത് ഏതൊരു കുട്ടിക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. എന്നിട്ട് അതിൻ്റെ പേരിൽ വിറൽ പിടിച്ച് ഓടിയിട്ട് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ആളുകൾ അവർ യുക്തിരഹിതമായ ന്യായങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ തീരുമോ മിഷനറിമാരെ? അപ്പം അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഡിബേറ്റ് നടക്കാതിരിക്കാനുള്ള കാരണം ഒന്നിതാണ്. പ്രമാണരേഖകളുടെ കാര്യത്തിൽ ക്രൈസ്തവർ അവരുടെ പ്രമാണം തീരുമാനിച്ചെങ്കിൽ മുസ്ലിങ്ങളുടെ പ്രമാണങ്ങൾ അംഗീകരിക്കാനോ അതല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പ്രമാണം ഇന്നതാണ് എന്ന് പറയാനോ ഉള്ള അവകാശം മുസ്ലിങ്ങൾക്ക് ലഭിച്ചില്ല. എന്നിട്ട് ആ ഖുർആനും ഹദീസും എടുത്തിട്ടാണ് ഇവിടെ പ്രസംഗിച്ചത്. താരീഖും സീറൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഖുർആനും ഹദീസും ഉദ്ധരിച്ചിട്ടാണ് ഇവിടെ പ്രസംഗിച്ചത്. എന്നിട്ട് തന്നെ അതിലുണ്ടാക്കിയ കളവും വഞ്ചനകളും ഇപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകണുള്ളൂ. അപ്പം അതുപോലും ശരിക്കും ഉദ്ധരിക്കാൻ കഴിയാതെ ഖുർആനും ഹദീസുകളും തന്നെ കാര്യമായിട്ട് പറയാനുണ്ടായിട്ട് താരീഖുകളും സീറകളും ഫത്വകളും ഒക്കെ ഉദ്ധരിക്കേണ്ടതിൻ്റെ അതിൻ്റെ ഗൂഢാലോചന, അതിൻ്റെ ആ ലക്ഷ്യം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇനി. പിന്നെ പ്രധാനമായിട്ട് ഇവിടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ എന്താണ്? അക്ബർ സാഹിബ് യേശു ക്രിസ്തു മദ്യം വിളമ്പി എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ വലിയൊരു ആരോപണമായിട്ട് തുടക്കത്തിൽ തന്നെ ഉദ്ധരിച്ച കാര്യത്താണ്. അക്ബർ സാഹിബ് യേശു ക്രിസ്തു മദ്യം വിളമ്പി എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന് ഞാനിവിടെ നിന്നിട്ട് ഇങ്ങനെ മദ്യം വിളമ്പിയിട്ടില്ല എന്ന് അക്ബർ സാഹിബ് ആ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് ഇവിടെ കംപ്ലീറ്റ് പ്രസംഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അക്ബർ സാഹിബ് എഴുതിയ പുസ്തകമാണ്. ദഅവ ബുക്സ് പുറത്തിറക്കിയിട്ടുള്ള, നിച്ച് ഓഫ് ട്രൂത്ത് പുറത്തിറക്കിയിട്ടുള്ള അക്ബർ സാഹിബ് എഴുതിയ പുസ്തകമാണ്. ഇതിൻ്റെ ഹെഡിങ് ഈ മദ്യം വിളമ്പുന്ന യേശു എന്നല്ല. ഇതിൻ്റെ ഹെഡിങ് യേശു മഹാനായ പ്രവാചകൻ എന്നാണ്. ഇതിൻ്റെ ഹെഡിങ് എന്താണ്? യേശു മഹാനായ പ്രവാചകൻ എന്നാണ്. ഈ പുസ്തകങ്ങളൊക്കെ നിലവിലുണ്ടായിരിക്കെ തന്നെയാണ് ഇവിടെ മിഷനറിമാർ വന്നിട്ട് അക്ബർ സാഹിബ് യേശു മദ്യം വിളമ്പി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ യേശു നിങ്ങളുടെ കുത്തകയൊന്നല്ല. യേശു ക്രിസ്തു എന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞങ്ങളുടെ മഹാനായ പ്രവാചകനാണ്. ആ പ്രവാചകനെ ഒരു നിലക്ക് ആ പ്രവാചകൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നവർ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ്. ആ ഇസ്ലാം പ്രചരിപ്പിക്കുന്ന അക്ബർ സാഹിബ് യേശു മദ്യം വിളമ്പി എന്ന് പറയുമോ? ഇതിൽ യേശു മദ്യം വിളമ്പി ഒരു വിഷയം വരുന്നുണ്ട്. എന്നിട്ട്
ഈ പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാം. ഇതിൽ അദ്ദേഹം യേശു ചെയ്ത അത്ഭുതങ്ങൾ എന്ന അധ്യായത്തിൽ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ അതുപോലെ ഉദ്ധരിക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പരിശോധിക്കാം. ഇതിവിടെ കിട്ടുന്ന പുസ്തകമാണല്ലോ. എന്തിനാണ് വെറുതെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കാൻ നിൽക്കുന്നത്? ഈ പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് എഴുതുകയാണ്, നരകാഗ്നിയിൽ നിന്ന് ഇസ്രായേൽ മക്കളെ അകറ്റിക്കൊണ്ട് അവരെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കി മാറ്റാൻ വേണ്ടി വന്ന മഹാനായ മനുഷ്യനാണ് യേശു ക്രിസ്തു. ആ ക്രിസ്തു സ്വർഗരാജ്യത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റുന്ന മദ്യപാനത്തിന് കൂട്ടുനിന്നുവെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഇതിലത്തെ ഒരു പാരഗ്രാഫ് മാത്രം. ഈ പേജ് മുഴുവൻ അദ്ദേഹം ആ വിഷയത്തിന് മറുപടി നൽകുക. എന്നിട്ട് അക്ബർ സാഹിബ് യേശു മദ്യം വിളമ്പി എന്ന് പറഞ്ഞത്. ഇതാണ് ക്രൈസ്തവ മിഷനറിമാർ ഇവിടെ ചെയ്ത യഥാർത്ഥത്തിലുള്ള കള്ളത്തരങ്ങൾ. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. എന്തെങ്കിലും വികാരം കയറി അവരെ പോലെ പറയേണ്ട ആവശ്യം നമുക്കില്ല. കൃത്യമായ പ്രമാണം നോക്കുക. നിങ്ങൾ ഇത്ര വ്യക്തമായി എഴുതിയിട്ടാണ് ഇവർ ഈ പ്രസംഗിച്ചതിന് ശേഷമാണ് ഈ പുസ്തകം നമ്മൾ പുറത്തിറക്കിയത്. അതിന് മുന്നേയുള്ള പുസ്തകമല്ലേ? ആ പുസ്തകത്തിൽ കൃത്യമായിട്ട് ആർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ മലയാളത്തിൽ എഴുതിയത് ഇവിടെ നിലനിൽക്കുക തന്നെയാണ്. മുന്നിലിരിക്കുന്ന കുഞ്ഞാടുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ വർത്തമാനങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടായത്. ഇവിടെ തന്നെ ഒരാൾ പറഞ്ഞ് എല്ലാ വറ്റും പിന്നെ നെക്കി നോക്കേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും 2 വറ്റ് നെക്കി നോക്കിയാൽ മതി. ഇതാണിപ്പോൾ അവസ്ഥ. ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്ത വഞ്ചനകൾ. ഇവിടെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്, വിഷയം അവതരിപ്പിച്ചത് പോയിൻ്റായിട്ടാണ്. പോയിൻ്റ് 1, പോയിൻ്റ് 2 എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾക്കിവിടെ വിഷയം അവതരിപ്പിക്കാൻ അങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യത്? മിഷനറിമാർക്കുള്ള മറുപടി ആയിപ്പോയി. മിഷനറിമാരാണെങ്കിൽ ഒരു പോയിന്റിൻ്റെ ഉള്ളിൽ തന്നെ 6 കളവെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ആ കളവ് കംപ്ലീറ്റ് വിശദീകരിക്കാൻ നിന്നാൽ തന്നെ കുറേ സമയമുണ്ട്. അപ്പോൾ അത് ആദ്യം ഒന്ന് വിശദീകരിച്ച് അതിനുള്ള മറുപടി നൽകിയിട്ട് നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് കടക്കാം. ഇവിടെ തുടക്കത്തിൽ തന്നെ മണിക്കൂറുകളോളം മിഷനറിമാർ പരിശ്രമിച്ചിട്ടുള്ളത് ബൈബിളിലെ യഹോവയും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അള്ളാഹു ഒന്നല്ല എന്ന് സ്ഥാപിക്കണം. ശരിക്കും മനസ്സിലാക്കിക്കോളൂ. ഇവിടെ ഈ മണിക്കൂറുകളോളം പ്രസംഗിച്ച അതിനു വേണ്ടിയിട്ടാണ്. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള യഹോവയും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള അള്ളാഹും ഒന്നേ അല്ല. ഇത് പറയാനാണ്. ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് അവിടെ കാര്യമായിട്ട് പരിശ്രമിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. ആരാണ് പറഞ്ഞത്? ബൈബിളിലെ യഹോവയും വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവും ഒന്നാണെന്ന് നമ്മളെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും അങ്ങനെ പറയോ? ബൈബിളിലെ യഹോവയും വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവും ഒന്നാണ് എന്ന്? പക്ഷേ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് നിലക്കാണ്? സൃഷ്ടാവായ ദൈവം എന്ന കൺസെപ്റ്റിൽ, ആ വീക്ഷണത്തിൽ ഏത് മനുഷ്യൻ ദൈവത്തെ എന്ത് പേര് വിളിച്ചാലും സൃഷ്ടാവായ ദൈവത്തിനെ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പദമാണ് അള്ളാഹു. അത് യാതൊരു സംശയവുമില്ല. അത് ബൈബിൾ പറഞ്ഞാലും ഹൈന്ദവർ പറഞ്ഞാലും ഇനി ആദിവാസികളാണെങ്കിൽ പോലും സൃഷ്ടാവായ ദൈവത്തെ അവർ എന്ത് പേരിൽ പരിചയപ്പെടുത്തുന്നുവോ ആ പദത്തെ, അത് ആ ദൈവമെന്ന് ഉപയോഗിക്കപ്പെടുന്ന പദം, അതും അള്ളാഹുവും ഒന്ന് തന്നെയാണ്. കാരണം സൃഷ്ടാവായ ദൈവത്തെയാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു എന്ന് വിളിച്ചിട്ടുള്ളത്. ഇതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ആ ദൈവത്തിൻ്റെ മേൽ ആ ദൈവത്തിൻ്റെ അനുയായികൾ വെച്ച് കെട്ടിയിട്ടുള്ള ഗുണവിശേഷണങ്ങൾ, ആ ഗുണവിശേഷണങ്ങൾ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ അള്ളാഹുവുമായി യോജിച്ചു എന്ന് വരില്ല. ഇപ്പൊ ബൈബിളിലെ ഉദാഹരണത്തിന് തന്നെ ചില വചനങ്ങളെ ഞാൻ ഉദ്ധരിക്കാം. ബൈബിൾ വിശ്വസിക്കുന്ന യഹോവയെ കുറിച്ച് ബൈബിൾ തന്നെ വെച്ചു പുലർത്തുന്ന കാഴ്ചപ്പാടുകൾ എന്താണ് എന്നൊന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കണ്ടേ? ഞാൻ പറയാം, കുറച്ച് ഉദാഹരണങ്ങൾ നമുക്കിവിടെ പ്രതിപാദിക്കാം. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിലെ 6-ാം അധ്യായത്തിലെ, ശരിക്കും നിങ്ങളെല്ലാവരും കേട്ടോളൂ, ഇവിടെ അദ്ദേഹത്തെ പോലെ ആ നമ്പർ അങ്ങ് പറഞ്ഞു പോകണ പരിപാടിയില്ല. നമ്പർ പറയും, അതിനനുസരിച്ച് വായിക്കുകയും ചെയ്യും. ഇവിടെ കുറേ നമ്പർ വായിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആ ആയത്തുകളോ അതല്ലെങ്കിൽ ബൈബിളിലെ വചനങ്ങളാവട്ടെ തന്നെ അത് വായിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇവിടെ നിന്ന് അദ്ദേഹം അങ്ങനെ വചനങ്ങൾ അങ്ങനെ ചറവറാന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അതിൻ്റെയൊക്കെ യഥാർത്ഥത്തിൽ